ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും എൻ്റെ ഏറ്റവും ഫേവറേറ്റുമായിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ബനാന ഫ്ലേവറുള്ളൊരു കേക്കാണ്. അതേസമയം നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 195 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ തരിയുള്ളൊരു പഞ്ചസാരയാണ്, അതുകൊണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി. ഇനിയൊരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 95 ഗ്രാം വെജിറ്റബിൾ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 195 ഗ്രാം ഫാറ്റാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ ഫുൾ വെജിറ്റബിൾ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഫുള്ള് ബട്ടർ ആക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് കൂടുതൽ മോയ്സ്റ്റ് ആവുന്നത്, പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ഫ്ലേവർഫുൾ ആവുന്നത്. അതാണ് ഞാനിവിടെ രണ്ടും ഉപയോഗിച്ചത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. 258 ഗ്രാം റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ തന്നെയാണ് നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് നല്ലത്. ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കാം. മാഷർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു 220 ഗ്രാം മൈദയും 34 ഗ്രാം കോൺഫ്ലോറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബനാന കേക്ക് ഡെൻസ് ആകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഉപയോഗിക്കുന്നത്. കോൺഫ്ലോർ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ 2-3 തവണ അരിച്ചെടുക്കാം. ഈ മിക്സിംഗ് സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അതിനുശേഷം ഒരു 80 ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചോക്ലേറ്റ് ചിപ്സ് എല്ലാം ഫ്ലോർ കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിപ്സ് താഴേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്കൊരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ ബാറ്റർ ഫുള്ള് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ബൗൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. മുട്ട നന്നായിട്ടൊന്ന് പതച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റ് മീഡിയം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നല്ലൊരു ലൈറ്റ് കളറായിട്ടുണ്ട്, അതേപോലെ നല്ല തിക്കും ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ഈ ബാറ്ററുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും 1 മിനിറ്റ് ലോ സ്പീഡിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3 തവണയായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. 1/3 പോർഷൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലോ സ്പീഡിൽ മിക്സ് ആകുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്യുക. അടുത്ത 1/3 പോർഷൻ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം. ഡ്രൈ ആയിട്ടുള്ള പൊടി ബാറ്ററിൽ കാണാതിരിക്കുന്ന ആ ഒരു പോയിന്റ് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. അവസാനത്തെ 1/3 പോർഷന് നമുക്ക് അതേപോലെ തന്നെ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് പതിയെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിക്സിംഗ് മെത്തേഡിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതേപോലെ ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കുക, നടുക്കൂടെ കട്ട് ചെയ്യുക, വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക, നടുക്കൂടെ കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ഓയിലും ചേർത്ത് കൊടുക്കാം. അത് നേരത്തെ പറഞ്ഞ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബൗളിൻ്റെ സൈഡിലും അതേപോലെ അടിയിലുമൊക്കെ നന്നായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ ഫാറ്റ് ബാറ്ററിൽ നന്നായിട്ട് ചേർന്ന് കിട്ടുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്.
ഇവിടെ ഒരു ലോഫ് പാൻ നന്നായിട്ട് ബട്ടർ തേച്ച ശേഷം മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകരം ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിച്ചാലും മതി. ബാറ്ററിൻ്റെ ഹാഫ് പോർഷൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോഫ് പാനിൻ്റെ ഹാഫ് വരെ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. 2 ലോഫിനുള്ള ബാറ്റർ ഉണ്ട്. ഒരു ലോഫ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു ലോഫ് മതിയെങ്കിൽ എല്ലാ മെഷർമെൻറ്റ്സും ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 2 തവണ മുറുക്കി ഒന്ന് ടാപ്പ് ചെയ്യണം. വലിയ എയർ ബബിൾസ് ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇത് ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ആവാനായിട്ട്. ബേക്കിംഗ് ടൈം ഓവൻ അനുസരിച്ച് ഡിഫറൻസ് വരും. അതുകൊണ്ട് 35 മിനിറ്റ്സ് ആകുമ്പോൾ തൊട്ട് ടൂത്ത് പിക്ക് കുത്തി നോക്കി ചെക്ക് ചെയ്യണം. ടൂത്ത് പിക്കിൽ ഒട്ടും മാവ് ഒട്ടിപ്പിടിക്കാതെ ആവുന്നത് വരെ ബേക്ക് ചെയ്യണം. ഈ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ക്രാക്സ് ഒക്കെ കാണാം. അതൊക്കെ നോർമലാണ്. കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ വേണം അൺമോൾഡ് ചെയ്യാനായിട്ട്. അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഈ സൈഡ്സ് എല്ലാം പാനിൽ നിന്ന് നന്നായിട്ടൊന്ന് വിടുവിച്ചെടുക്കാം. അധികം ഒട്ടിപ്പിടിക്കാനൊന്നും സാധ്യതയില്ല. അതിനുശേഷം നമുക്ക് പാനിൽ നിന്ന് കേക്ക് പുറത്തെടുക്കാം. കേക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോഫ് പാൻ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അൺമോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ബനാന ലോഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആ മൈദയൊക്കെ തേച്ചത് കൊണ്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി. പാർച്ച്മെൻറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.